ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇന്നത്തെ വീഡിയോയില് 2026 4 സ്റ്റോക്സിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു 4 സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്സ് ആണ്. അതിൽ വാല്യൂഷൻ പാരാമീറ്ററിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്സ് ഒക്കെ ഒത്തുപോകുന്ന സ്റ്റോക്സ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു 4 സ്റ്റോക്സ് നമ്മുടെ ഇപ്പോൾ റഡാറിലുള്ളത്? അപ്പൊ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ കമ്പനി ഓട്ടോ ലൈറ്റിംഗ് മേഖലയിലെ ലീഡിംഗ് സപ്ലയർ ആണ്. 25% ROCയോടെ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കമ്പനി നോക്കുകയാണെങ്കിൽ ഇതൊരു അഫോർഡബിൾ ഹൗസിംഗ് ഫൈനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ തുകയ്ക്കുള്ള ഹോം ലോൺസ് നൽകുന്നവരാണ്. അതുപോലെ 4% ROA ആണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ മാർജിൻ പ്ലാറ്റ്ഫോം ബിസിനസ് ആണ് ഇവര്. അപ്പൊ ഇവരുടെ PE 44x നിന്ന് 28x ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റത്തെ കമ്പനി വരുന്നത് ഹോസ്പിറ്റൽ ചെയിൻ ആണ്. ഇപ്പൊ ഒരു വാല്യുവേഷൻ നോക്കുവാണെങ്കിൽ ഇവർ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കുറവ് വാല്യുവേഷൻ ആണ് ഇപ്പൊ അവർ ട്രേഡ് ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് ഈ കമ്പനികൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതുപോലെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് വന്ന് FEM ഇൻഡസ്ട്രീസ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് ഏകദേശം 1.5 ഇരട്ടിയോളം വളർന്നിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 2.2 ഇരട്ടിയും. ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ മെയിൻ കാരണം ഫ്ലാറ്റ് പോസിറ്റീവ് മാർജിൻ എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പൊ മാർജിൻ ഇവിടെ 12% 13% ഇവിടെ ഇംപ്രൂവ് ചെയ്തോണ്ട്. അപ്പൊ ഇതിന് മെയിൻ കാരണം മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറഞ്ഞത് തന്നെയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ പിയർ കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇപ്പൊ FEM ഇൻഡസ്ട്രീസിന്റെ 3 ഇയർ സെയിൽസ് ഗ്രോത്ത് 15%. ഇത് യുനോമിന്റയുടെ 26%, അതുപോലെ ലുമാക്സിന്റെ 34% നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറവ് തന്നെയാണ്. അപ്പൊ ഇതൊഴിച്ച് യുനോമിൻഡ, ലുമാക്സ്, അതിൽ വാരക്കോ 48 to 66x PE ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അതിൽ 1.35 to 1.8x PG റേഷ്യോയിലും. അതേസമയത്ത് FEM നമ്മൾ നോക്കുകയാണെങ്കിൽ 26.9x PE ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ജസ്റ്റ് 0.9x PG റേഷ്യോയിലും. അപ്പൊ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ അട്രാക്റ്റീവ് വാല്യുവേഷൻ തന്നെയാണ്. അപ്പം ഇത് ഇന്ത്യയിലെ ലീഡിംഗ് ഓട്ടോമോട്ടീവ് ലൈറ്റിംഗ് ആൻഡ് മിറർ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നാണ്. അപ്പൊ കമ്പനി ഹെഡ് ലാംപ്സ്, ടെയിൽ ലാംപ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഫോഗ് ലാമ്പ്, റിയർ വ്യൂ മിറർ, അതിൽ പ്ലാസ്റ്റിക് മോൾഡഡ് പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ റവന്യൂ 47.8% ഓട്ടോമോട്ടീവ് LED ലൈറ്റിംഗ് എന്നാണ് വന്നേക്കുന്നത്. 27% ട്രഡീഷണൽ ഓട്ടോമോട്ടീവ് ലൈറ്റിംഗ്, 10.8% റിയർ വ്യൂ മിറർ, അതുപോലെ 9% പ്ലാസ്റ്റിക് മോൾഡഡ് പ്രൊഡക്ട്സിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ കമ്പനിയുടെ ക്ലയന്റ് ബേസിൽ ഹോണ്ട, TVS, ടാറ്റ മോട്ടോഴ്സ്, അതിൽ മഹേന്ദ്ര പോലത്തെ ലീഡിംഗ് ഓട്ടോമൊബൈൽ പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് നോക്കാം. Q2 FY26 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 17% വളർന്ന് 715 കോടിയായി. അപ്പൊ ഇതിന് മെയിൻ കാരണം TVS, റോയൽ എൻഫീൽഡ്, യമഹ പോലത്തെ മെയിൻ OEM ക്ലയൻസിന്റെ സ്ട്രോങ് ഡിമാൻഡിൽ നിന്നാണ്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 22% വളർന്ന് 99 കോടിയായി. മാർജിൻ 100 ബേസിസ് പോയിന്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 14%. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം ഈ ഒരു മാർജിൻ ഇംപ്രൂവ്മെന്റ് കാരണം കൂടുതൽ LED ലൈറ്റിംഗ് പ്രൊഡക്ട്സിനുള്ള പ്രൊഡക്ട് മിക്സും സെയിൽസ് കൂടിയത് വഴി ലഭിച്ച ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊണ്ടാണെന്നാണ്. അപ്പൊ ഇനി മുന്നോട്ടേക്കാണെങ്കിലും ഈ ഒരു 14% ഓപ്പറേറ്റിംഗ് മാർജിൻ നിലനിർത്താൻ കഴിയുമെന്നവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റും ഇയർ ഓവർ ഇയർ 28% കൂടി 64 കോടിയായി. നെറ്റ് മാർജിൻ 8.2% 9% ഇംപ്രൂവ് ചെയ്തുകൊണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ FEM 2023 ഫൈനാൻഷ്യലില് ക്യാപെക്സ് 54 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലില് 138 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 37% CAGR ആണ്. പിന്നെ Q2 FY26 കോൺഫറൻസ് കോളില് മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യലില് 2 വീലർ ഇൻഡസ്ട്രിക്ക് 15 മുതൽ 20% റവന്യൂ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സാധ്യമാക്കാനായിട്ട് LED കോണ്ടന്റ് വർദ്ധിപ്പിക്കും, പുതിയ മോഡൽ ലോഞ്ച് ചെയ്യും, അതിൽ EV OEM ക്ലയൻസിനെ ആഡ് ചെയ്യും. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. 2025 ഫൈനാൻഷ്യലില് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 73% കൂടി 233 കോടിയായി. എന്നാൽ ഇവിടെ റിസീവബിൾസ് അതിൽ ഇൻവെന്ററി പ്രഷർ ഉണ്ടാക്കി. അപ്പൊ കമ്പനിയുടെ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2024 ഫൈനാൻഷ്യലില് 81% നിന്ന് 2025 ഫൈനാൻഷ്യലില് 114% കൂടി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന ബെറ്റർ ക്യാഷ് റിയലൈസേഷൻ ആണ്. ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 ഈ റേഷ്യോ 78% ആയിരുന്നു. അപ്പൊ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ്സ് 2025 ഫൈനാൻഷ്യലിൽ 66.56% 58.96% കുറച്ചു. അതുപോലെ സെപ്റ്റംബർ 2025 ആയപ്പോഴേക്കും വീണ്ടും 54.51% കുറഞ്ഞു. അപ്പൊ ഈ ഒരു സെയിം പീരീഡില് FIs അതുപോലെ DIs സ്റ്റേക്ക് കൂട്ടി. 18 സെപ്റ്റംബർ 2025 ഓപ്പൺ മാർക്കറ്റിൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം 4.45% സ്റ്റേക്ക് വിറ്റിട്ടുണ്ട്. അപ്പൊ ഈവൻ ഇതിനുശേഷം സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് ഇവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഇതിന് നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ FEMന്റെ ബിസിനസ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പൊ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 ടോപ്പ് 3 ക്ലയൻസ് TVS, ഹോണ്ട, അതിൽ യമഹ ഒന്നിച്ച് ഏകദേശം 72% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ഏതെങ്കിലും വലിയ OEM ഒരു ഓർഡർ ഇപ്പോൾ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു സപ്ലയറിനെ അവർ തിരഞ്ഞെടുക്കുവോ, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ വരുമാനത്തിനെ നേരിട്ട് ബാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാരണമാവും. അപ്പൊ കമ്പനിയുടെ ഡിമാൻഡ് ഓട്ടോ സെയിൽസിനെ ആശ്രയിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോ സൈക്കിളിൽ എന്തെങ്കിലും ഒരു ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലൈൻ ഗ്രോത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്ക് വരുന്ന ആധാർ ഹൗസിംഗ് ഫൈനാൻസ് ആണ്. അപ്പൊ കമ്പനിയുടെ റവന്യൂ 2022 ഫൈനാൻഷ്യൽ അതിൽ 2025 ഫൈനാൻഷ്യലിനിടയ്ക്ക് 1.8 ഇരട്ടി വളർന്നു. അതേസമയത്ത് ഫൈനാൻസിംഗ് പ്രോഫിറ്റ് 2.1x കൂടി. എംപ്ലോയി കോസ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് റവന്യൂ ഗ്രാജുവലി ഇവിടെ കുറഞ്ഞു. ഇത് പോസിറ്റീവ്ലി ഫൈനാൻസിംഗ് മാർജിനെ ബാധിച്ചേക്കുന്നത്. മാർജിൻ 400 ബേസിസ് പോയിന്റ് കൂടി. ഇവിടെ നെറ്റ് പ്രോഫിറ്റും ഇരട്ടിയായിട്ട് കൂടി. അപ്പം ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ഹോം ലോൺസ് എക്കോണമിക്കലി വീക്കർ സെക്ഷൻ, അതിൽ ലോ ഇൻകം ഗ്രൂപ്പ് കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. 2025 ഫൈനാൻഷ്യലില് 55% ലോൺ സാലറീഡ് എംപ്ലോയീസിനാണ് എടുത്തേക്കുന്നത്. അപ്പൊ ആധാർ ഹൗസിംഗ് അവരുടെ ലോൺ ബുക്കിന്റെ 73% ഹോം ലോൺസ് ആണ് എടുത്തേക്കുന്നത്. അതിൽ 27% മൈക്രോ ലോൺ എഗ്നസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്നാണ്. Q2 FY26 ആകുമ്പോഴേക്കും കമ്പനിക്ക് 22 സ്റ്റേറ്റ്സിലായിട്ട് 611 ബ്രാഞ്ചുകളും അതിൽ 3,15,000 ആക്റ്റീവ് കസ്റ്റമേഴ്സും ഉണ്ട്. ഇപ്പൊ ഡീപ്പായിട്ട് ടയർ 3 അതുപോലെ ടയർ 5 പോലത്തെ സിറ്റികളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇനി കമ്പനിയുടെ കുറച്ച് മെയിൻ മെട്രിക്സ് നോക്കുമ്പോൾ AO, അപ്പൊ ഇതാണ് ലോണിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 ഇയർ ഓവർ ഇയർ 21% വളർന്നു. അതേസമയത്ത് ഡിസ്പേഴ്സ്മെന്റ്, അതായത് കസ്റ്റമേഴ്സിന് റിലീസ് ചെയ്തിരിക്കുന്ന പുതിയ ലോൺ എമൗണ്ട് ഈ ഒരു പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 16% ഇയർ ഓവർ ഇയർ വളർന്നിട്ടുണ്ട്. അപ്പൊ AO വേഴ്സസ് ഡിസ്പേഴ്സ്മെന്റ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഫൈനാൻഷ്യലിൽ 23% AO ഗ്രോത്ത് നമ്മൾ നോക്കുമ്പോൾ 2025 ഫൈനാൻഷ്യൽ അതുപോലെ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 ഗ്രോത്ത് 21%. എന്നാൽ ഡിസ്പേഴ്സ്മെന്റ് ഇവിടെ 20% 16% സ്ലിപ്പായി. 2024 ഫൈനാൻഷ്യലിൽ AO വേഴ്സസ് ഡിസ്പേഴ്സ്മെന്റ് ഗ്രോത്ത് ഗ്യാപ്പ് വരുന്നത് 3% ആയിരുന്നു. 2025 ഫൈനാൻഷ്യൽ അതുപോലെ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 ഇത് 5% എത്തിയിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഇവിടെ പറയുന്നത് Q2 FY26 കാലവർഷം നീണ്ടുപോയതുകൊണ്ട് സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ ചില സെൻസിറ്റീവ് റീജിയനിൽ റിസ്ക് കൂടുതലായതുകൊണ്ട് ലോൺ അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് അപ്രൂവ് ചെയ്യുമ്പോൾ കമ്പനിയുടെ കുറച്ച് കെയർഫുൾ ആയിട്ട് നിന്നു എന്നുള്ള കാര്യമാണ്. ഇനി ഇവിടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, അതായത് ലോണിന്റെ മുകളിൽ ഏൺ ചെയ്യുന്ന മാർജിൻ Q2 FY25 അതിൽ Q2 FY26 രണ്ടിലും 5.9% നിന്നു. ഈൽഡ് ചെറുതായിട്ട് കുറഞ്ഞു. എന്നാൽ ചീപ്പർ ഫണ്ടിങ് അവൈലബിൾ ആയതുകൊണ്ട് മാർജിൻ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല. ഇനി ഗ്രോസ് NPA, അത് 90 ദിവസത്തിലധികം ഓവർഡ്യൂ ആയ ലോണ് Q2 FY26 1.4% ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും 10 ബേസിസ് പോയിന്റ് കൂടുതൽ മാത്രം. നെറ്റ് NPAയും ഇയർ ഓവർ ഇയർ 10 ബേസിസ് പോയിന്റ് കൂടി. അപ്പൊ ഇവിടെ കൂടിയത് സൂചിപ്പിക്കുന്ന ചില ഓവർഡ്യൂ ലോൺസ് ഒക്കെ സ്റ്റേജ് 2 നിന്ന് സ്റ്റേജ് 3 റീക്ലാസിഫൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ലോൺ എല്ലാം ഹയർ റിസ്ക് ബക്കറ്റിലേക്ക് ഇവിടെ മാറി. ഇനി നമ്മളിവിടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓവർ ഇയർ 17% വളർന്ന് 897 കോടിയായി. അപ്പൊ ഇതിന് കാരണം AO 21% എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഫൈനാൻസ് കോസ്റ്റും ഇയർ ഓവർ ഇയർ 20% ഇവിടെ കൂടി. അപ്പൊ ഇത് കാണിക്കുന്ന ബോറോയിങ്സ് ഇവിടെ 21% കൂടിയതാണ്. അപ്പൊ മാനേജ്മെന്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് Q2 അവസാനത്തോടെ കോസ്റ്റ് ഓഫ് ഫണ്ട് 7.9% എത്തി എന്നുള്ള കാര്യമാണ്. ഫൈനാൻസിംഗ് പ്രോഫിറ്റ് 16% ഇവിടെ വളർന്നു. അതേസമയത്ത് സ്പ്രെഡ് Q2 FY26 5.9% ആയി. ഇപ്പൊ Q1 വെച്ച് നോക്കുമ്പോൾ 10 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഈ ഒരു ഇംപ്രൂവ്മെന്റ് മെയിൻ കാരണം കോസ്റ്റ് ഓഫ് ഫണ്ട് കുറഞ്ഞതാണ്. അപ്പം ഇവിടെ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് ഫുൾ ഇയർ സ്പ്രെഡ് 5.8% അടുത്ത് നിൽക്കും എന്നുള്ള കാര്യമാണ്. ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇയർ ഓവർ ഇയർ 16% വളർന്നു. റവന്യൂ ഗ്രോത്തിനേക്കാളും ചെറുതായിട്ട് താഴെ. അപ്പൊ ഇതിന് മെയിൻ കാരണം 20 പുതിയ ബ്രാഞ്ചിന്റെ അഡീഷൻ തന്നെയാണ്. ഓവറോൾ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 30 ബേസിസ് പോയിന്റ് ആയിട്ട് ഇവിടെ ഇംപ്രൂവ് ആയി. ഇത് ബെറ്റർ എഫിഷ്യൻസിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 17% വളർന്നു. അപ്പൊ ഇതിന് സപ്പോർട്ടായത് പഴയ റൈറ്റ് ഓഫ് പോർട്ട്ഫോളിയോ എന്നുള്ള 8 കോടിയുടെ റിക്കവറിയാണ്. ഇത് ബോട്ടം ലൈനിൽ ഇവിടെ സപ്പോർട്ടായി. ഇനി നമ്മൾ കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ AO ഗ്രോത്തിനെ കുറിച്ച് മാനേജ്മെന്റ് പറയുന്ന ഇതാണ്. चलिए यहाँ पे ग्रोथ के लिहाज से अगर हम देखें तो 18 से 20% ग्रोथ गाइडेंस सरप्राइज ऑन दी अपसाइड, क्या कहेंगे आप, इसको कैसे समझाएंगे? कविता जी, AUM पे हम ग्रोथ गाइडेंस 20 से 22% का बोल रहे हैं. H1 का ग्रोथ हमारा 21% रहा है, जो कि बहुत अच्छी ट्रैजेक्टरी पर रहा है. और मेरे को कोई भी ऐसा अभी चीज ऐसी होती हुई नहीं दिख रही है कि हम 21-22% आगे जाके ईयर एंड पे अचीव ना कर पाए. ऑलराइट, चलिए काफी पॉजिटिव आप यहाँ पे साउंड कर रहे हैं, काफी ऑप्टिमिस्टिक. ഹാഫ് ഇയറിലെ മൊമെന്റ് സ്ട്രോങ് ആയിരുന്നു. അതിൽ ഹിസ്റ്റോറിക്കലി സെക്കൻഡ് ഹാഫ് ഇയർ ഈവൻ വേഗത്തിലായിരുന്നു. ഇപ്പൊ ബിസിനസിന്റെ 60% സെക്കൻഡ് ഹാഫ് ഇയർ എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമ്മൾ പ്രോഫിറ്റബിലിറ്റിയുടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ കമ്പനി 4.2 മുതൽ 4.3% ROA മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്ന അവരുടെ അസറ്റിൽ നിന്ന് കമ്പനി എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അതിൽ ക്രെഡിറ്റ് കോസ്റ്റ് മൊത്തം വർഷത്തേക്ക് 25 മുതൽ 27 ബേസിസ് പോയിന്റ് കീഴിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അർബൻ അതുപോലെ എമർജിംഗ് മാർക്കറ്റിന്റെ ഇടയിൽ 50:15 മിക്സ് നേടാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കാരണം ടയർ 4 അതുപോലെ ടയർ 5 പോലത്തെ എമർജിംഗ് മാർക്കറ്റ് ഹയർ ഈൽഡ് ഓഫർ ചെയ്യുന്നുണ്ട്.
ഇനി അടുത്ത 3 വർഷത്തിൽ ടാർഗറ്റ് വരുന്നു ഓരോ വർഷവും 50 മുതൽ 60 ബ്രാഞ്ച് ആഡ് ചെയ്യാനായിട്ടാണ്. 2028 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 750 ബ്രാഞ്ച് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പം RBIയുടെ 125 ബേസിസ് പോയിന്റ് കട്ടിനെ പറ്റിയിട്ട് മാനേജ്മെന്റ് പറയാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടു നോക്കുക. आधी से ज्यादा जनता हम एक्सपेक्ट नहीं कर रहे थे कि कोई रेट कट आएगा. कुछ लोग बहुत पॉजिटिव थे, बट बहुत वेलकम मूव है. टोटल अभी इस कैलेंडर ईयर में देखें तो 125 बेसिस पॉइंट्स का रिपो रेट कट हो चुका है. इसका सीधा इम्पैक्ट एंड यूजर पे होता है. अगर हमारा एंड यूजर कस्टमर जिसने हमसे हाउसिंग लिया हुआ है, इवेंचुअली जैसे जैसे हमको बेनिफिट पास होता है रिपो रेट कट का, इवेंचुअली कस्टमर को पास होता है. मैं आपको ये बता दूं कि 75% जो हमारी बुक है, हमारी 27,600 करोड़ की बुक है एज ऑफ सितंबर, 75% इसकी बुक फ्लोटिंग रेट पे है. फ्लोटिंग रेट का ये मतलब हुआ कि सारे कस्टमर जो बेनिफिट है ये 75% कस्टमर्स को पास ऑन हो जाएगा विद अ लैग ऑफ कपल ऑफ मंथ्स. थोड़े 2 महीने लगते हैं ऑपरेशनलाइज करने में, बट ये इवेंचुअली कस्टमर को पास ऑन हो जाएगा. ഇനി നമ്മൾ കമ്പനിയുടെ മെയിൻ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ആധാർ ഹൗസിംഗിന്റെ ലോൺ ബുക്ക് 44% സെൽഫ് എംപ്ലോയിഡും ഇൻഫോർമൽ ഇൻകം ഉള്ളവരുടെ അടുത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ ഇവരുടെ ഇൻകം വളരെ വോളറ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് സ്ലോ ഡൗൺ ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ലോൺ റീപേയ്മെന്റ് എബിലിറ്റിനെ ഇവിടെ ബാധിക്കും. അതിന് നല്ല ചാൻസ് ഉണ്ട് ഇവിടെ. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് സ്റ്റോക്ക് വരുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഈ അടുത്ത് ഇടിഞ്ഞതും ഡീകപ്ലിംഗ് ന്യൂസ് ഒക്കെ ആയിരിക്കല്ലേ. അപ്പൊ IEX 208 മുതൽ 210 അടുത്തായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ CERC പെട്ടെന്ന് മാർക്കറ്റ് കപ്ലിംഗ് അനൗൺസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് ഏകദേശം ഇവിടെ 30% ഇവിടെ കറക്റ്റ് ചെയ്തു. അപ്പൊ മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എക്സ്ചേഞ്ചസ് എന്നുള്ള എല്ലാ ഓർഡേഴ്സും ഒരു സെൻട്രൽ പ്ലേസിലേക്ക് കളക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഡിസ്കവറിയിൽ IEXന്റെ മോണോപ്പൊളി കുറയ്ക്കാം, കോമ്പറ്റേറ്റേഴ്സിന് ഫെയർ ചാൻസ് ഇവിടെ നൽകിക്കൊണ്ട്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കമ്പനിയുടെ സെയിൽസ് ഏകദേശം 1.25x വളർന്നിട്ടുണ്ട്. അതേസമയത്ത് എക്സ്പെൻസ് 1.33x കൂടിയിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്തിനെ ഇവിടെ മറികടന്നുകൊണ്ട് എക്സ്പെൻസ് കൂടി. ഓപ്പറേറ്റിംഗ് മാർജിൻ 100 ബേസിസ് പോയിന്റ് ആയിട്ട് ഇടിഞ്ഞു. അപ്പൊ ഇതിന് കാരണം അതർ കോസ്റ്റ് കുറച്ച് കൂടിയതുകൊണ്ടാണ്. അപ്പൊ പ്രോഫിറ്റ് 1.37x വളർന്നു, മെയിൻലി അതർ ഇൻകം കൂടിയതുകൊണ്ടാണ്. അതേസമയത്ത് ഫണ്ട് ഹൗസ് കമ്പനിക്ക് പൊസിഷൻ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ പരാപരയിൽ 4%, അതുപോലെ ICICI പ്രൊഡൻഷ്യൽ 1.6% സ്റ്റേക്ക് കൂടുതൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജൂലൈ 2025 IEX ഏകദേശം 44x P-യിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. എന്നാൽ മാർക്കറ്റ് കപ്ലിംഗ് അനൗൺസ്മെന്റിന് ശേഷം വാല്യുവേഷൻ ഇവിടെ നല്ലപോലെ ചുരുങ്ങി. ഇപ്പൊ ഏകദേശം 28x P-ന്റെ അടുത്താണ് ട്രേഡ് ചെയ്തത്. അപ്പൊ ഇത് കറന്റ് P മീഡിയനേക്കാളും താഴെയാണ്. അപ്പൊ ഈ ഒരു പ്രൈസ് കറക്ഷൻ നടന്ന് മാർക്കറ്റ് കപ്ലിംഗ് എന്ന റെഗുലാറ്ററി ചേഞ്ചിന്റെ ഇമ്പാക്ട് ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പേടി ഇനിയിപ്പോ മാർക്കറ്റിലില്ല. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. മാർക്കറ്റ് കപ്ലിംഗ് ഇതുവരെ ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഈ ഒരു പ്രോസസ് ഇവിടെ ടൈം എടുക്കും. അതുപോലെ IEX കളക്ടീവ്സിൽ ഡോമിനന്റ് പ്ലെയർ ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പൊ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 78% മാർക്കറ്റ് ഷെയറോടെ. സോ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഈ ഒരു റെഗുലേഷൻ എങ്ങനെ ബിസിനസിനെ ബാധിക്കും? ഇവിടെ റവന്യൂ മോഡൽ മാറുമോ? അതുപോലെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്താണ്? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം IEX എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ഫിസിക്കൽ ഡെലിവറി ആണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ കമ്പനി പല സെഗ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ DAM ഡേ ഹെഡ് മാർക്കറ്റ് ആണ്. ഇതാണ് IEXന്റെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെന്റ് ആണിത്. അപ്പൊ ഇവിടെ അടുത്ത ദിവസത്തേക്കുള്ള ഇലക്ട്രിസിറ്റി വാങ്ങുകയും വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് കമ്പനിയുടെ ടോട്ടൽ വോളിയത്തിലേക്ക് 35% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ RTM, അതായത് റിയൽ ടൈം മാർക്കറ്റ് ആണ്. നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പവർ മാർക്കറ്റ് എന്ന് ഇത് വിളിക്കാം. അപ്പൊ ഇലക്ട്രിസിറ്റി ഡെലിവറിയുടെ 1 മണിക്കൂർ മുമ്പാണ് ഇവിടെ ഡെലിവറി ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ RTM വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോളാർ, വിൻഡ് പോലെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സ് അൺപ്രഡിക്റ്റബിലിറ്റി മാനേജ് ചെയ്യാനായിട്ട്. ഇപ്പൊ Q2 FY26 RTM IEXന്റെ ഏറ്റവും വലിയ സെഗ്മെന്റ് ആയിട്ട് മാറി, 36% വോളിയം ഷെയറോടെ. പിന്നെ TAM 11 ദിവസം മുതൽ 3 മാസം വരെയുള്ള പവർ കോൺട്രാക്ട്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഗ്രീൻ എനർജി മാർക്കറ്റ്, അത് റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ്സ് വഴി കമ്പനീസ് അവരുടെ റിന്യൂവബിൾ എനർജി RPO ടാർഗറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിക്ക് 2 സബ്സിഡറീസ് ഉണ്ട്. IGX ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച്. ഇപ്പൊ ഇന്ത്യയിലെ ഗ്യാസ് എക്സ്ചേഞ്ച് ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആണിത്. ഇപ്പൊ ഇവിടെ Q2 FY26 37% വോളിയം ഗ്രോത്ത് കണ്ടു. അതിൽ 57% പാറ്റ് ഇവിടെ കൂടി. അതുപോലെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് ഇഷ്യൂർ ആയ ICX ഇന്റർനാഷണൽ കാർബൺ എക്സ്ചേഞ്ച് Q2 FY26 3.8 മില്യൺ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്തു. ഇനി ഇപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ Q2 FY26 റവന്യൂ 139 കോടിയായിരുന്നു. അത് Q2 FY26 152 കോടിയായിട്ട് കൂടി. 9% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന് കാരണം ഇലക്ട്രിസിറ്റി വോളിയത്തിലെ 16% സ്ട്രോങ് ഗ്രോത്ത് ആണ്. എന്നാൽ REC ട്രേഡിംഗ് കുറഞ്ഞതും അതുപോലെ തന്നെ REC ഫീസ് 40 രൂപയിൽ നിന്ന് 20 രൂപയായിട്ട് കുറഞ്ഞതുകൊണ്ട് വോളിയം ഗ്രോത്തിന്റെ ഫുൾ ബെനിഫിറ്റ് റവന്യൂയിലേക്ക് റിഫ്ലക്ട് ആയിട്ടില്ല. അപ്പൊ മാർജിൻ ഇംപ്രൂവ് ആയി. ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 100 ബേസിസ് പോയിന്റ് കൂടി. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 400 ബേസിസ് പോയിന്റ് ആയിട്ട് കൂടി. അപ്പൊ ടാക്സ് റേറ്റിൽ 200 ബേസിസ് പോയിന്റ് കുറഞ്ഞത് വീണ്ടും നെറ്റ് പ്രോഫിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇത് കമ്പനിയുടെ പാറ്റ്
15% കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ കാരണമായിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് പോകും മുമ്പ് നമുക്ക് നോക്കാം കമ്പനി എങ്ങനെയാണ് മാർക്കറ്റ് കപ്ലിംഗ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പൊ മാനേജ്മെന്റ് പറയുന്നത് ജാനുവരി 2026 ആകുമ്പോഴേക്കും കപ്ലിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധ്യത ഇല്ല എന്നാണ്. ഇതൊരു മേജർ സ്റ്റെപ്സ് ഒന്നും തന്നെ അവർ മുന്നോട്ടേക്ക് എടുത്തിട്ടില്ല. ലൈക്ക് ഇപ്പോൾ കോമൺ സോഫ്റ്റ്വെയർ, ഗ്രിഡ് ഇന്ത്യ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ന്യൂ സെറ്റിൽമെന്റ് പ്രോസസ് ഒന്നും. ഇനിയിപ്പോൾ മാർക്കറ്റ് കപ്ലിംഗിന് ശേഷം കോമ്പറ്റേറ്റേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് ബിസിനസിനെ ബാധിക്കുമെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാനേജ്മെന്റ് പറഞ്ഞ് അവരുടെ സ്ട്രോങ് ടെക്നോളജി, കസ്റ്റമർ സപ്പോർട്ട്, ഡാറ്റ അനലിറ്റിക്സ്, 17 വർഷത്തെ അവരുടെ വിശ്വാസം, അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലിച്ചും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് 95% മാർക്കറ്റ് ഷെയർ ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ ഇത് കോമ്പറ്റേറ്റേഴ്സ് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റ് കപ്ലിംഗിന് ശേഷവും അവരുടെ മാർക്കറ്റ് ഷെയർ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കും. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ എല്ലാ ക്വാർട്ടറിലും ഇത് മോണിറ്റർ ചെയ്യേണ്ടത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മളിവിടെ കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ 2026 ഫൈനാൻഷ്യലിൽ IEX 15 മുതൽ 20% വോളിയം ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലോങ് ടേമിൽ 20% ആവറേജ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ 5 വർഷത്തെ പോലെ. അതേസമയത്ത് ഇന്ത്യയിലെ പവർ ഡിമാൻഡ് കൂടിയപ്പോൾ വോളിയം 2.5 ഇരട്ടി വേഗത്തിലാണ് ഹിസ്റ്റോറിക്കൽ ഇവിടെ കൂടിയിട്ടുള്ളത്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പ്രകാരം 2032 ആകുമ്പോഴേക്കും പീക്ക് പവർ ഡിമാൻഡ് 366 ജിഗാവാട്ട് എത്താം. അതിൽ ടോട്ടൽ കൺസംഷൻ 2500 BU. അതായത് ഇലക്ട്രിസിറ്റി ഡിമാൻഡിൽ ലോങ് ടേം ഗ്രോത്ത് IEXന്റെ വോളിയം ഗ്രോത്തിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് ഫ്ലോ ഇവിടെ നോക്കാം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റോക്ക് വരുന്ന നാരായണ ഹൃദയാലയാണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ഇരട്ടി വളർന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 2.3 ഇരട്ടി വളർന്നിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ മെയിൻ കാരണം മാർജിൻ എക്സ്പാൻഷൻ ആണ്. 18% 24% കൂടി. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം റോ മെറ്റീരിയൽ കോസ്റ്റും മാനുഫാക്ചറിംഗ് കോസ്റ്റും കുറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ അഡ്വാൻറ്റേജ് ഓർക്കുണ്ട്. ഇപ്പൊ നാരായണ ഹൃദയാലയുടെ 45 XP ഹോസ്പിറ്റൽ കോമ്പറ്റേറ്റീവ് ഗ്രൂപ്പിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് താഴെയാണ്. അപ്പൊ കമ്പനിയുടെ PG റേഷ്യോ 1.4x ആണ്. ഇത് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. കാരണം നാരായണ ഹൃദയാലയുടെ 3 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് ഇൻഡസ്ട്രി പ്ലേയേഴ്സിനേക്കാളും ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഇനി നമ്മൾ കമ്പനീനെ പറ്റി നമ്മൾ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ലീഡിംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ്. അപ്പൊ ഇവർ അഫോർഡബിൾ പ്രൈസിൽ ഹൈ ക്വാളിറ്റി സർവീസ് ഇവർ നൽകുന്നുണ്ട്. ഇപ്പൊ നാരായണ ഹെൽത്ത് ഇന്ത്യയിൽ 18 ഹോസ്പിറ്റൽ, 2 ഹാർട്ട് സെന്റേഴ്സ്, അതുപോലെ 20 ക്ലിനിക്കിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേമൻ ഐലൻഡിൽ 2 ഹോസ്പിറ്റൽ ഇന്റർനാഷണലി റൺ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ബെഡ് കപ്പാസിറ്റി നോക്കുമ്പോൾ 5915 ബെഡ് ആണ്. കൂടാതെ ഇന്ത്യൻ ഹോസ്പിറ്റൽസിലെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് Q2 FY25 15.3 മില്യൺ എന്ന് Q2 FY26 17.5 മില്യൺ ആയിട്ട് ഇംപ്രൂവ് ആയി. അപ്പൊ ഇത് ബെറ്റർ റിയലൈസേഷൻ ആണ് കാണിക്കുന്നത്. ഇനി മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് കേട്ടു നോക്കുക. Whether it is ARPOB or average revenue per patient, it is driven by the market in which we are operating. So therefore, certain markets have a slightly higher ARPOB and certain markets have a lower ARPOB. So one of the factors that will determine our realization profile will be where we are able to operate. The second factor which will determine is the type of surgeries or type of facilities we are able to provide. So, for example, some of the large hospitals that we are going to set up, we are going to do a lot of advanced work. The other hospitals which we are setting up will be super specialties, but they will not be doing the kind of very and advanced work which our large hospitals flagships do. ഇനി നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ നാരായണ ഹൃദയാലയന്റെ റവന്യൂ Q2 FY26 20% വളർന്നു. മെയിൻലി ഹയർ റിയലൈസേഷൻ, ബെറ്റർ ക്യാഷ് മിക്സ്, അതിൽ പേയർ മിക്സ് ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അപ്പൊ മാനേജ്മെന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ ഹോസ്പിറ്റൽസ് ഹൈ എൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്തതെന്ന്. അപ്പൊ ഇതിൽ വരുന്നതാണ് റോബോട്ടിക് കാർഡിയാക് സർജറി. അപ്പൊ ഇത് പെർ പേഷ്യന്റ് റിയലൈസേഷൻ ഇവിടെ ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഇത് മാർജിനിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇയർ ഓവർ ഇയർ 100 ബേസിസ് പോയിന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തു. ഇനി നമ്മൾ മാർജിനെ പറ്റിയിട്ട് മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. I don't think there were tailwinds that may not repeat again, but there are continuous headwinds that the industry keeps facing. So to that extent, I don't want to give a forward guidance on whether the margins are normalized. But what I can definitely say is that for that revenue throughput that we achieved, the cost base that we have achieved, we can sustain, subject to any headwinds that may come depending on how, there are various, like for example, the new labor law has got passed. We are still assessing the impact of that. There are cost headwinds that keep coming in the healthcare sector. Currency is a big factor, because a lot of our equipments are imported. So there are many headwinds that come, but I would definitely say that the cost base for Q2 is normalized.
അപ്പോൾ ഡിപ്രീസിയേഷൻ അതുപോലെ ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടിയത് ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് പാറ്റ് ഏകദേശം 29.6% വളർന്നു. ഇനി നമ്മളിവിടെ കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ 2026 അതിൽ 2028 ഫൈനാൻഷ്യലിന്റെ ഇടയ്ക്ക് കമ്പനി ഏകദേശം 300 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി കപ്പാസിറ്റി എക്സ്പാൻഷൻ ആയിട്ട്. അടുത്ത 3 മുതൽ 4 വർഷത്തിൽ പുതിയ 1500 ബെഡ് ആഡ് ചെയ്യുന്നതാവും. ഇപ്പൊ 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 7600-ലധികം ബെഡ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ബാംഗ്ലൂർ, കൊൽക്കത്ത, അതുപോലെ റായ്പൂർ പോലത്തെ മാർക്കറ്റിലാവും ഗ്രോത്ത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ നാരായണ ഹെൽത്തിന് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആയിട്ട് നിന്നു. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് തുടർന്നുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നു. അപ്പൊ ഇത് CFO ബൈ പാറ്റ് റേഷ്യോയിൽ ക്ലിയർ ആയിട്ട് റിഫ്ലക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 CFO ബൈ പാറ്റ് റേഷ്യോ 152% കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ റിസീവബിൾ ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു, പക്ഷെ പേബിളിൽ നിന്ന് 60 കോടിയുടെ ഇൻഫ്ലോ കാരണം ഓവറോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ നിന്നു. ഇനി നമ്മളിവിടെ കുറച്ച് റിസ്ക് നോക്കുമ്പോൾ കമ്പനിയുടെ റവന്യൂന്റെ 62% ബാംഗ്ലൂർ മുതൽ കൊൽക്കത്ത ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്ന ക്യാപെക്സിന്റെ 80% ഡെറ്റ് വഴിയാണ് ഇവിടെ ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മാർജിന് അതുപോലെ ലിവറേജിൽ പ്രഷർ ഉണ്ടാക്കാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇത് ബാധിക്കും. ഇവിടെ മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടു നോക്കുക. If you look at our capex plan, they are largely being debt funded, and we've also been able to create very meaningful project finance arrangements with the banks. For example, we've got a very long-term infrastructure funding from banks between 15 to 25 years for our new projects. So that allow us to phase out the cash flows aligned to the turnaround of the respective projects itself. സോ ഇതാണ് 2024 4 സ്റ്റോക്സ്. അപ്പം ഇതിൽ ഏത് സ്റ്റോക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നത്? ആ താഴെ കമന്റ്സിൽ നമ്മളോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല എന്നുള്ള കാര്യം നമ്മളോട് എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.